ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വേൾഡ് ഓഫ് നൂർ എന്ന ഞങ്ങളുടെ ചെറിയ ലോകത്തോട് സ്വാഗതം. ഇന്ന് നമുക്ക് സ്വാദിഷ്ടമായ ഇഞ്ചിക്കറി തയ്യാറാക്കാം. അതിനുവേണ്ടി 200 ഇഞ്ചി കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിനാവശ്യമായ സാധനങ്ങൾ: 3 പച്ചമുളക്, 10-20 ചെറിയ ഉള്ളി, 3 വെളുത്തുള്ളി, ഒരു നാരങ്ങ വലുപ്പത്തിൽ പുളി എടുക്കുക. ഇനി നമ്മൾ ഇഞ്ചി കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞെടുക്കുക. അരിയുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, എല്ലാം ഒരേ സൈസ് അരിയണം, എങ്കിലും നല്ലതുപോലെ മൂത്ത് കിട്ടത്തുള്ളൂ. ഇനി തയ്യാറാക്കുന്ന വിധം: ചട്ടി എടുത്ത് അടുപ്പത്ത് വെക്കുക. അതിലോട്ട് ഇത് വറുക്കുന്നതിന് ആവശ്യമായ എണ്ണ ഒഴിക്കുക. എണ്ണ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നേരെ നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന ഇഞ്ചി എടുത്ത് ഇതിലോട്ട് തട്ടിയിടുക. എപ്പോഴും തീ മീഡിയം ഫ്ലെയിമിലായിരിക്കണം. ഇനി ഇത് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. അതായത് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നവരെ ഇളക്കി കൊടുക്കണം. കരിയാൻ പാടില്ല. കരിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റും പോവും, ഇഞ്ചിക്കറിക്ക് ഒരു കയ്പും ഫീൽ ചെയ്യും. ഇതിപ്പം മൂത്ത് വരുമ്പോഴത്തേക്ക് ഒരു കിരികിര സൗണ്ട് കേൾക്കും. ഇതിപ്പോൾ ഏകദേശം മൂത്ത് വരുന്നത്, ചെറിയൊരു മണമൊക്കെ വരുന്നത്. ഇപ്പോൾ നല്ല മണം അടിക്കുന്നുണ്ട്. ഇതേപോലെ ഇങ്ങനെ കിരികിര നമുക്ക് അങ്ങോട്ട് ഇളകും, ഒരു കിരികിര സൗണ്ട് കേൾക്കും. ഇപ്പോൾ ഏകദേശം ഇത് പരുവായിട്ടുണ്ട്. ഇതേപോലെ പരുവായിരിക്കണം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. അതിൻ്റെ ചൂട് മാറുമ്പോഴേ ജാറിലിട്ട് ഇതേപോലെ തരിതരിയായി പൊടിച്ചെടുക്കുക. ഇനി നേരത്തെ പാൻ തന്നെ അടുപ്പത്തിൽ വെച്ചിട്ട് ആ എണ്ണ തന്നെയാണ് നമ്മൾ വീണ്ടും ഉപയോഗിക്കുന്നത്. അത് തിളച്ച് വരുമ്പോൾ അതിലേക്ക് കടുക് ഇടുക. കടുക് പൊട്ടുമ്പോഴത്തേക്ക് കടുക് നല്ല രീതിയിൽ പൊട്ടുമ്പോഴത്തേക്ക് അതിലോട്ട് നമ്മൾ വറ്റൽമുളക് ഇടുക. വറ്റൽമുളക് ഇട്ടതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന വെളുത്തുള്ളി അതിലോട്ട് ഇടുക. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ഉള്ളി അതിലോട്ട് ഇടുക. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുക. പിന്നെ വട്ടത്തിൽ അരിഞ്ഞേക്കുന്ന പച്ചമുളക് ഇടുക. പച്ചമുളക് അരിഞ്ഞു വെച്ചേക്കുന്നത് ഞാൻ കാണിച്ചില്ല, നമ്മൾ അരിഞ്ഞു വെച്ചേക്കണം. എന്നിട്ട് ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന പോലെ ആവുന്നത് വരെ ഇളക്കി കൊടുക്കുക. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് കരിഞ്ഞു പോകാൻ പാടില്ല. തീ കുറച്ച് വേണം, മീഡിയം സൈസിൽ വേണം വെക്കാൻ. പിന്നെ ഞാൻ കായം ഇതിനകത്ത് ഇട്ടിട്ട് വറുത്താണ് എടുത്ത് പൊടിച്ചാണ് ചേർക്കുന്നത്. ഇനി പൊടികൾ: 1 സ്പൂൺ മുളക് പൊടി, 3/4 സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/4 സ്പൂൺ ഉലുവാപ്പൊടി. പിന്നെ വേണമെങ്കിൽ നമുക്ക് മണത്തിന് വേണ്ടി കുറച്ച് വേണമെങ്കിൽ നമുക്കത് നമ്മളിഷ്ടമാണ്, കുറച്ച് ജീരകപ്പൊടി ഇട്ടിട്ട് നല്ലതുപോലെ ഇളക്കുക. ഇതിൻ്റെ പച്ച മണം മാറണം. നല്ലപോലെ ഇളക്കി കൊടുക്കുക. തീ നമ്മൾ ഓഫ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം മീഡിയം ഫ്ലെയിമിൽ ചിലപ്പോൾ ഈ പൊടികളെല്ലാം കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. തീ ഓഫ് ചെയ്യുക. അതിനുശേഷം ആ ഇഞ്ചി എടുത്ത് ഇതിലോട്ട് ഇടുക. ഇട്ടതിന് ശേഷം ഇത് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. നേരത്തെ നമ്മൾ തരിതരിയെ പൊടിച്ച ഇഞ്ചിയാണ്. അതിട്ടതിന് ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. കരിയാൻ പാടില്ല. ഇത് നല്ല ഇളക്കിയതിന് ശേഷം ഇതിലോട്ട് നമ്മൾ പിഴിഞ്ഞ് വെച്ച പുളിവെള്ളം എടുത്ത് ഒഴിക്കുക. നമ്മൾ പിഴിഞ്ഞ് മാറ്റിച്ച് പുളിവെള്ളം ഇതിലോട്ട് ഒഴിച്ച് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം 1 കപ്പ് ചൂടുവെള്ളവും കൂടി ഇതിലോട്ട് ഒഴിക്കുക. ഒഴിക്കിയതിന് ശേഷം അത് നല്ലതുപോലെ ഇളക്കി പിന്നെ ഇത് കുറച്ച് നേരം അതിലോട്ട് കുറച്ച് ഉപ്പും ഇട്ട് ഇളക്കി കൊടുക്കുക. അന്നേരം തീ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ നിന്ന് ഹൈ ഫ്ലെയിമിലായിരിക്കണം ഇത് വെക്കേണ്ടത്. ഇനി ഇത് മൂടി വെച്ച് കുറച്ച് നേരം കഴിഞ്ഞ് തുറന്ന് നോക്കുക. നമ്മുടെ സ്വാദിഷ്ടമായ ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇഞ്ചി കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും കനം കുറഞ്ഞ് വട്ടത്തിൽ വേണം കട്ട് ചെയ്യാൻ. ഇപ്പം നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ട്. ഉപ്പെല്ലാം കറക്റ്റാണ്. നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ ഉപ്പെല്ലാം നോക്കുക, നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ടാറ്റാ, ബൈ ബൈ.